കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപനം വൈകിക്കൊണ്ടിരിക്കുന്നു. സോണിയാഗാന്ധിയുടെയും കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം കൂടി പരിഗണിച്ചിട്ട് ഇനി ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് ഡൽഹി റിപ്പോർട്ട്. തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്ന് തന്നെ രമേശ് ചെന്നിത്തല ഇന്നലെ രാത്രിയിൽ വ്യക്തമാക്കി. പാർട്ടി ഹൈക്കമാൻഡ് യുക്തമായ തീരുമാനമെടുക്കും. ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. ഹൈക്കമാൻഡ് ഏത് തീരുമാനമെടുത്താലും ഞാൻ ആ തീരുമാനത്തെ അംഗീകരിക്കും. ഞാൻ എന്നും ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ്. എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കും. അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമായി പറയുന്നത് കേരളത്തിലെ ഫ്ലക്സ് യുദ്ധം തന്നെയാണ്. അപ്പോൾ ആദ്യം ഫ്ലക്സൊക്കെ അഴിച്ചു മാറ്റൂ, ബാനറൊക്കെ അഴിച്ചു മാറ്റിയിട്ട് സമാധാനം പുനഃസ്ഥാപിച്ചു കഴിയുമ്പോൾ ഞങ്ങളുടെ തീരുമാനം പറയാം എന്നാണ് ഇത്തിരി ശോഭത്തോടെ ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 3 പേരും കൂടി ഒന്നിച്ച് ഈ ഫ്ലക്സുകളൊക്കെ മാറ്റാൻ പ്രവർത്തകരോട് അഭിപ്രായപ്പെടുക. അവർ കലുഷിതമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആര് മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിക്കാൻ തങ്ങളില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഹൈക്കമാൻഡ് വ്യക്തമാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ബാനറുകളും പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ഫ്ലക്സുകളും ഒക്കെ മാറിത്തുടങ്ങി. മാത്രമല്ല ഇനി പ്രകടനം നടത്താനുമുള്ള സാധ്യത കാണുന്നില്ല. പ്രകടനം നടത്തിയാൽ നടത്തിയവർ പുറത്താകും എന്നുള്ളൊരു സാഹചര്യവും നിലനിൽക്കുന്ന വേളയിൽ വിനീത വിജി തത്സമയം ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. ഡൽഹിയിൽ ഇപ്പോൾ ഇത്തിരി കേരളത്തിൽ ശാന്തമായിട്ടുണ്ട്. ഡൽഹിയുടെ അശാന്തി മാറുമോ? ഷെബീർ റാവത്തർ കൂടിയുണ്ട്. രണ്ടുപേർക്കും സുപ്രഭാതം, ഗുഡ് മോർണിംഗ്. തീർച്ചയായും വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നെങ്കിലും ആ തീരുമാനം ഉണ്ടാകും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഡൽഹിയിൽ നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇന്നലെ ചില ചർച്ചകൾ ഉണ്ടാകുമെന്നൊക്കെ അറിയാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലേക്ക് പോവുകയും ഒപ്പം തന്നെ ഒരു മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും മറ്റുമായി മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിലേക്ക് പോവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള ചർച്ചകളൊന്നും തന്നെ ഇന്നലെ ഡൽഹിയിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി തിരികെ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം ഒരുപക്ഷെ മുതിർന്ന നേതാക്കളുമായി സോണിയാഗാന്ധിയും ഒക്കെയായി ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം അത് ചർച്ച ചെയ്തതിനു ശേഷം മല്ലികാർജ്ജുൻ ഖർഗെയുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് ഒരു റിലീസ് എന്ന രീതിയിലോ അല്ലെങ്കിൽ പിന്നീട് ഒരു പ്രഖ്യാപനം എന്ന രീതിയിലോ ഒക്കെ തന്നെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഈ പ്രതീക്ഷ തുടങ്ങി ടെസ്കൻ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 8 ദിവസം പിന്നിട്ടിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഈ ചർച്ചകൾ മാരത്തോൺ ചർച്ചകൾ നടക്കുന്ന വേളയിൽ ഇന്ന് ഒരുപക്ഷെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ അന്ന് കരുതിയതാണ്. പക്ഷേ ആ പ്രഖ്യാപനം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് നേതാക്കൾക്ക് രൂക്ഷ വിമർശനമടക്കം നേരിടുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായത്. ഈ ഫ്ലക്സ് ബോർഡുകൾ വയ്ക്കുകയും പിന്നീട് അതൊരു യുദ്ധമായി, പോസ്റ്റർ യുദ്ധമായി ഒക്കെ തന്നെ മാറുന്നതിൽ ഹൈക്കമാൻഡ് അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഹൈക്കമാൻഡ് അന്ന് നൽകിയിട്ടുണ്ടായിരുന്നത്. ഏതാണെങ്കിലും ഒരു പാക്കേജിലേക്കടക്കം നീങ്ങാനുള്ളൊരു സാധ്യത ഈ കൂടി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഉന്നത പോസ്റ്റുകളിൽ ഇരിക്കുന്നവർ അത് 7 വർഷത്തിൽ കൂടുതൽ ആ പോസ്റ്റുകളിൽ തുടരാൻ പാടില്ല എന്നൊരു ചട്ടമാണുള്ളത്. അത് AICC നേരത്തെ തന്നെ അത്തരത്തിലേക്കുള്ളൊരു പ്രമേയം അടക്കം കൊണ്ടുവന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ കോൺഗ്രസിന്റെ തന്നെ AICC ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ളത് KC വേണുഗോപാലാണ്. അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞ് വരികയാണ് ആ പോസ്റ്റിലുള്ളത്. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ തന്നെ പരിഗണിക്കുകയാണ് എങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും അവർക്ക് തൃപ്തികരമാകുന്ന തരത്തിലുള്ള പ്രത്യേകം പാക്കേജുകളടക്കം അനുവദിച്ചുകൊണ്ട് അല്ലെങ്കിൽ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട ചില വകുപ്പുകളടക്കം നൽകിക്കൊണ്ടുള്ള ഒരു സമവായത്തിലേക്ക് എത്തിക്കാനായിരിക്കും ഹൈക്കമാൻഡ് നീക്കം നടത്തുന്നത്. പക്ഷേ ഇനി KC വേണുഗോപാൽ അല്ല ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് വരികയാണെങ്കിൽ ആ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ VD സതീഷിന് ലഭിച്ചേക്കും. അത്തരത്തിലേക്കുള്ള സാധ്യതയുണ്ട്. ഏതാണെങ്കിലും ആ ചർച്ചകൾ ഡൽഹിയിൽ ഇന്നെങ്കിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു വിനീത വിജി. ഇനിയിപ്പോൾ ഷെബീദ് റാവത്ത് കൂടി ചേരുന്നു. ഷെബീദ്, രമേശ് ചെന്നിത്തല ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തി, VD സതീശനും മടങ്ങി വന്നു. KC വേണുഗോപാൽ ഡൽഹിയിൽ തുടരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇനിയും വൈകും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഇതിനോടകം തന്നെ VD സതീശൻ അന്നത്തെ ആദ്യത്തെ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം മടങ്ങി എറണാകുളത്തേക്ക് എത്തിയിരുന്നു. രമേശ് ചെന്നിത്തല ഇന്നലെ തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. KC വേണുഗോപാൽ ഡൽഹിയിൽ തുടരുകയുമാണ്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധങ്ങൾ ഒന്ന് അടങ്ങട്ടെ, കുറച്ച് അതിനുശേഷം പ്രഖ്യാപനം എന്നുള്ളത് തന്നെയാണ്. മാത്രവുമല്ല, ഈ ആദ്യ ചർച്ചയ്ക്ക് ശേഷം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നിന്ന് ഇറങ്ങി വന്ന നേതാക്കളുടെ സംയുക്ത ആഹ്വാനം അത് ഏതെങ്കിലും തരത്തിൽ ഒരുമിച്ചെടുത്ത തീരുമാനമല്ല. പകരം ഹൈക്കമാൻഡിന്റെ കർശനമായിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ
അടിസ്ഥാനത്തിലാണ് പ്രവർത്തകരെ നിയന്ത്രിക്കണം, തെരുവിൽ പോര് പാടില്ല, ഫ്ലെക്സി യുദ്ധം പാടില്ല, കരിയോയിലൊഴിക്കാൻ പാടില്ല, തമ്മിൽ തല്ലി ശോഭ കെടുത്തരുത് എന്നൊക്കെയുള്ള കർശന നിർദ്ദേശം ഹൈക്കമാൻഡ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഹൈക്കമാൻഡ് ആ അച്ചടക്ക ലംഘനം അടക്കമുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഇനിയും അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് ആ രീതിയിലുള്ള തീരുമാനമെടുക്കും. 3 പേർക്കും ഈക്വലി പ്രതീക്ഷകളുണ്ട്. കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് ഇപ്പോഴും ഹൈക്കമാൻഡിന്റെ പ്രിഫറൻസ് കെ സി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ അവർ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതേസമയം വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ആകട്ടെ ഈ തീരുമാനം വൈകുന്നത് തങ്ങൾക്ക് അനുകൂലമായി മാറാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്ന് കരുതുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും പരസ്യപ്പോരുകളും അതേപോലെ തന്നെ പരസ്യ പ്രതിഷേധവും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അത് വിലക്കിയിട്ടുണ്ട്, പ്രവർത്തകർ ഇതിനോടകം തന്നെ അടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നും നാളെയും ചർച്ച, അതിനുശേഷം നാളെ വൈകിട്ടോ മറ്റന്നാൾ വൈകിട്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്നുള്ളതിൽ ഹൈക്കമാൻഡ് തീരുമാനം പ്രഖ്യാപിക്കും. അതേസമയം ഈ 3 നേതാക്കളിൽ ആരും പിന്നോട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരാളെ മുഖ്യമന്ത്രിയാക്കിയാൽ മറ്റ് 2 പേർക്കും ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ, ആഭ്യന്തരം, ധനകാര്യം അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് സംഘടനയിലെ ചില ചുമതലകൾ കൂടി നൽകിക്കൊണ്ട് ഒരു പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതായാലും അങ്ങനെ വളരെ പെട്ടെന്നൊന്നും കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകാൻ വഴിയില്ല. ഓക്കെ, താങ്ക് യു ഷഫീദ് റാവുത്തർ. എന്തായാലും മുഖ്യമന്ത്രിയായിട്ട് ആരെ പ്രഖ്യാപിച്ചാലും പ്രതിഷേധ പ്രകടനങ്ങൾക്കോ ഫ്ലക്സ് സമരങ്ങൾക്കോ ഒന്നും സാധ്യതയില്ല എന്നാണ് ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.